വട്ടോളിയച്ചനും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിമതരും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മുന്നേറ്റക്കാരും ഇവരുടെ എല്ലാം ചോദ്യങ്ങൾ മെത്രാന്മാരോടാണ്, മാണിപ്പറമ്പിലച്ചനോടല്ല. മെത്രാന്മാരാണ് ഉത്തരം പറയേണ്ടത്. അവർ ഉത്തരം പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ മൗനമായിരിക്കാം ഉത്തരം, ചിലപ്പോൾ അവർ ചേർത്ത് പിടിക്കലായിരിക്കും ഉത്തരം. എങ്കിലും ഈ ചോദ്യങ്ങളെല്ലാം പരസ്യമായി കിടക്കുന്നത് കൊണ്ട്, പൊതുസമൂഹത്തിൽ പൊതുമണ്ഡലത്തിൽ കിടക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പരസ്യമായി ഉത്തരം നൽകുന്നത്. വാസ്തവത്തിൽ ഇത് വട്ടോളിയച്ചന് മാത്രമുള്ളൊരു പ്രശ്നമല്ല. വിമത വൈദികരിൽ ബഹുഭൂരിപക്ഷവും ഈ വട്ടോളിയച്ചൻ്റെ പോലെ വികലമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. പലപ്പോഴും നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികൾ സത്യം തിരിച്ചറിയണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ മറുപടി നൽകുന്നത്. ഇന്ന് രാജിവെക്കാനായിട്ട്, വട്ടോളിയച്ചൻ രാജിവെക്കാനായിട്ട് പറയുന്ന ന്യായങ്ങൾ രണ്ടാമത്തതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നെന്ന് കരുതിയിട്ട് കാണാതിരിക്കരുത്, പഠിക്കാതിരിക്കരുത്, പ്രചരിപ്പിക്കാതിരിക്കരുത്. ഇത് അതായത് അവർ അബദ്ധം പഠിപ്പിക്കുന്നു, നമ്മൾ സത്യം തിരിച്ചറിയാനായിട്ട് ഈ അബദ്ധം പഠിപ്പിക്കുന്നത് ഒരു സന്ദർഭമായിട്ട് കണക്കാക്കി, ഒരു അവസരമായി കണക്കാക്കി സത്യം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ വീഡിയോ പലപ്പോഴും കാണണം. എന്നിട്ട് അത് മനസ്സിലാക്കുന്നതനുസരിച്ച് നിങ്ങൾ പ്രചരിപ്പിക്കണം, മറ്റുള്ളവർ പഠിപ്പിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ ന്യായം, ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവനെയല്ല, ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടാനാണ് യേശു ജനങ്ങളോട്, ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്. ബ്രാക്കറ്റിൽ ബൈബിള്. അന്നത്തെ പുരോഹിതരും ഫരിസയരും സദ്ദുക്കാരും അടങ്ങുന്ന നേതൃവർഗത്തെയാണ് യേശു ഉദ്ദേശിച്ചത്. അവരാണ് തെറ്റായ പ്രബോധനത്തിലൂടെ, പഠനത്തിലൂടെ, തെറ്റായി മുൻഗണനകൾ നിശ്ചയിക്കുന്നതിലൂടെ വിശ്വാസികളുടെ ആത്മാക്കളെ മലീമസമാക്കുന്നത്, വഴിതെറ്റിക്കുന്നത്, തെറ്റായ ബോധ്യങ്ങൾ നൽകി അവരെ നരകത്തിന് അർഹരാക്കുന്നത്. ആരെ ഭയപ്പെടണമെന്ന് യേശു ആവശ്യപ്പെട്ടോ ആ വിഭാഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങളും കന്യാസ്ത്രീകളും വൈദികരും അടങ്ങുന്ന വിശ്വാസി സമൂഹം. ആ പോരാട്ടത്തിൽ അവരോടൊപ്പം ഞാനും ഉണ്ടാകും. രാജിവെച്ചാലും പോരാട്ടത്തിൽ പിൻവാങ്ങില്ല എന്നാണ്. ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവനെയല്ല, ശരീരത്തെയും ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടാനാണ് യേശു ജനങ്ങളോട്, ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്. ബ്രാക്കറ്റിൽ ബൈബിള്. അത്രയും നന്നായി ബൈബിള് ബ്രാക്കറ്റിലിട്ടത്. ഈ വചനം ബൈബിളിൽ ഉള്ളതാണെന്ന് വട്ടോളിക്ക് അറിയാം. ഭാഗ്യം. അത്രയും നല്ലത്. ഇത് ഖുറാനിലെ വചനമാണെന്നോ, ഭഗവത്ഗീതയാണെന്നോ, രാമായണമാണെന്നോ, കാറൽ മാർക്സിന്റെ ദാസ് കാപ്പിറ്റൽ ആണെന്നോ ഒന്നും വട്ടോളി പറഞ്ഞില്ലല്ലോ. ബൈബിളിൽ എവിടെയോ ഈ വചനമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. പണ്ടെങ്ങോ വട്ടോളി വായിച്ചിട്ടുണ്ട് ഇത് ബൈബിളിൽ എവിടെയോ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ മത്തായി 10:28 ലൂക്ക 12:4-5 എന്നൊക്കെയല്ലേ എഴുതുക. ബൈബിളിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നത്, അതും പ്രിയ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞിട്ട് പാമ്പ്ളാനി പിതാവിന് അഡ്രസ്സ് ചെയ്ത് എഴുതുമ്പോൾ അതുകൊണ്ട് ഇവന് എഴുതേണ്ട കാര്യമില്ല. കാരണം പാമ്പ്ളാനി ബൈബിൾ പണ്ഡിതനാണ്. അപ്പോൾ ബൈബിളിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ എവിടെയാണെന്നുള്ള കാര്യം പാമ്പ്ളാനി പിതാവിന് അറിയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ. എങ്ങനെയായാലും ഖുറാനെന്നും ഭഗവത്ഗീത എന്നും ഒന്നും രാമായണമെന്നും എഴുതിയില്ല, ദാസ് കാപ്പിറ്റൽ എഴുതിയില്ല. അതുകൊണ്ട് ബൈബിളിലുള്ളൊരു വചനമാണെന്ന് അത്രയെങ്കിലും വട്ടോളിക്ക് അറിയാമെന്നുള്ളത് ഗംഭീരം. ഇനി മത്തായി 10:28 അത് മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് കർത്താവ് പ്രേക്ഷിതർക്ക് നൽകുന്ന ഒരു പ്രഭാഷണമാണ്. പ്രേക്ഷിതർ ചെയ്യേണ്ടതും അവരങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൽ 28-ാമത്തെ വാക്യമാണ്, ആത്മാവിനെ കൊല്ലാൻ കഴിയാതെ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഇതേ വചനം തന്നെ ലൂക്കാസിന്റെ സുവിശേഷം 12:4-5 ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രേക്ഷിത പ്രഭാഷണത്തിൽ ഇതിന് മുമ്പും പിമ്പുമുള്ള വചനം കൂടി ഇത് വായിച്ചാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും ഈ വട്ടോളി പറയുന്നത് ശരിയാണോ തെറ്റോന്ന് അറിയാൻ. സന്ദർഭം നോക്കുക. 26 മുതലുള്ള വചനങ്ങൾ ഞാൻ വായിക്കണം. മത്തായി 26 മുതൽ. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട, മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നവ വെളിച്ചത്ത് പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ആത്മാവിനെ കൊല്ലാൻ കഴിയാതെ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ.
ഒരു നാണയത്തൊട്ടിന് 2 കുരുവികൾ വിളിക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവിന്റെ സമ്മതമില്ലാതെ നിലത്ത് വീഴുകയില്ല. നിങ്ങളുടെ തലയിൽ ഓരോ മുടിയിടയും എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിശേഷതയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നിലും എനിക്ക് വേണ്ടിയും ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഈ വചനം, അതായത് ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്നവൻ, അതായത് ആത്മാവിനെ കൊല്ലാതെ ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്നവന് ഭയപ്പെടേണ്ട. ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ കഴിയുന്നതിന് ഭയപ്പെടുവിൻ. ഈ വചനം വട്ടോളിയച്ചൻ പറയുന്നത് അന്നത്തെ പുരോഹിതരും ഫരിസയരും സദ്ദുക്കാരും അടങ്ങുന്ന നേതൃവർഗത്തെയാണ് യേശു ഉദ്ദേശിച്ചത് എന്നാണ്. വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും. വാസ്തവത്തിൽ അത് ശരിയാണോ വട്ടോളി? ആണോ? ഈ ശരീരത്തെ അല്ലാതെ ആത്മാവിനെ കൊല്ലാൻ കഴിയാത്തവനെ ഭയപ്പെടേണ്ട. ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നതിന് ഭയപ്പെടുവിനെന്ന് യേശു പറഞ്ഞത് അന്നത്തെ പുരോഹിതരും ഫരിസയരും സദ്ദുക്കാരും അടങ്ങുന്ന നേതൃവർഗത്തെ ഉദ്ദേശിച്ചാണോ? വട്ടോളിച്ചൻ പറയൂ. എഴുതിയിരിക്കുന്നത് അങ്ങനെയാ. മുണ്ടാടനച്ചോ അങ്ങല്ലേ ദൈവശാസ്ത്രത്തിൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്നത്? നരികുളച്ചോ സെമിനാരിലെ റക്ടറൊക്കെ ആയിരുന്നില്ലേ? ഇങ്ങനെയാണോ സെമിനാരി പഠിപ്പിച്ചിരുന്നത് ഈ വചനം? സഭ നൽകുന്ന വ്യാഖ്യാനം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. വട്ടോളി പോലുള്ളവരുടെ അബദ്ധ സിദ്ധാന്തം നമുക്ക് സഭ പഠിപ്പിക്കുന്ന സത്യവിശ്വാസവും ശരിയായ വചന വ്യാഖ്യാനവും ഗ്രഹിക്കാനുള്ള സന്ദർഭമായി അവസരമായി കരുതുക. തെറ്റിനെ എതിർത്തുകൊണ്ടാണ് ശരി തെളിയിക്കപ്പെടുന്നത്. അതിനാൽ സഭ നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വട്ടോളിച്ചന്റെ വ്യാഖ്യാനമാണോ അതോ കത്തോലിക്ക സഭ നൽകുന്ന വ്യാഖ്യാനമാണോ സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾക്കിത് കേട്ട് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ശരീരത്തെ അല്ലാതെ ആത്മാവിനെ കൊല്ലാൻ കഴിയുന്നവനെ, അല്ലേ, ശരീരത്തെ മാത്രം കൊല്ലുക, ആത്മാവിനെ കൊല്ലാൻ കഴിയാത്തവന് പേടിക്കേണ്ട കാര്യമില്ല. ശരീരത്തെയും ആത്മാവിനെയും കൊല്ലാൻ കഴിയുന്നവന് പേടിക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സുവിശേഷ പ്രഘോഷണം പേടിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് എന്ന് തന്നെയാണ് കർത്താവ് പറയണേ. സുവിശേഷ പ്രഘോഷണം പേടിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. കർത്താവ് ഒരു മറയുമില്ലാതെ പറയാണ്. മറ്റ് മതസ്ഥരും യേശുവിൽ വിശ്വസിക്കാത്തവരും ഈ വട്ടോളിയെ പോലുള്ളവ, ഈ വിമതരും മുന്നേറ്റക്കാരും ഒക്കെ ഈ യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം പറഞ്ഞാൽ സംശയത്തോടെ വീക്ഷിക്കും. എൻ്റെ ഈ വീഡിയോയുടെ താഴെ കുറേ പേര് പച്ച തെറി പറഞ്ഞു വന്നിരിക്കുന്നില്ലേ? എന്താണ് അവരുടെ പ്രശ്നം? അവർക്ക് സത്യം അറിയില്ല, സുവിശേഷം അറിയില്ല. എതിർക്കണമെന്ന് അവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മായും പോയും എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തെറികൾ പറഞ്ഞു വിടുകയാണ്. വല്ല ബോധമുണ്ടോ അവർക്ക്? ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റിനെ ഖണ്ഡിക്കാനുള്ള വിവരമില്ല. എന്നിട്ട് വെറുതെ തെറി പറയാ. തെറി പറയും മാത്രമല്ല, ഈ വേണ്ടാതീനങ്ങൾ പറയുക. അവരുടെ മനസ്സ് മുഴുവൻ മലീമസമാണ്. അപ്പൊ സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ശുശ്രൂഷ തന്നെയാണ്. ഇത്തരം ഈ മറ്റ് മതസ്ഥരെ എതിർക്കാം, സുവിശേഷത്തെ എതിർക്കുന്ന ഉള്ളിലുള്ളവർ, സഭയ്ക്ക് ഉള്ളിലുള്ളവരും എതിർക്കാം. എങ്കിലും മാനുഷിക മതപീഡകരെ പേടിക്കേണ്ടതില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ശരീരത്തെ പീഡിപ്പിക്കാനോ ജീവൻ എടുക്കാനോ അവർക്ക് കഴിഞ്ഞേക്കും. ശരീരത്തെ പീഡിപ്പിക്കാനോ നമ്മുടെ പ്രാണൻ എടുക്കാനോ അവർക്ക് കഴിഞ്ഞേക്കും. എന്നാൽ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ അവർക്ക് കഴിയുമോ? യേശുവിൽ വിശ്വസിക്കുന്നവർ എപ്പോഴും ഓർക്കേണ്ടത് ഈ ഭൗമിക ജീവിതം ക്ഷണികമാണ്, സ്വർഗത്തിലെ ജീവിതമോ ശാശ്വതവും. കത്തോലിക്ക സഭയുടെ മതബോധനം 363. ഇത് എപ്പോഴും നമ്മൾ ഓർക്കണം. ഇഹലോകത്ത് കുറച്ച് നാളത്തേക്ക് നമുക്ക് ജീവിതമുള്ളൂ. ശാശ്വതമായി നമ്മൾ ദൈവത്തിന്റെ